ഞാനിന്ന് വന്നിട്ട് സാധ്യമാകുന്നതാണ്. മസാല ദോശ ഇല്ല ഗൈസ്. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് വന്ന് സുക്രൂനെയും കൊണ്ട് വന്നിട്ടുള്ള പണികളല്ലേ ഞാൻ കാണിക്കാറുള്ളത്. ഇന്ന് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ആനാപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം അതിന് മുന്നൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രിയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ ഇതിൽ നടക്കുന്നതെന്നത് കാണിച്ചു തരാം കേട്ടോ. മൂക്കിലൊരു കുരു വന്നേക്കണുണ്ടോ, വലിയൊരു കുരുവാണ് കേട്ടോ, നല്ല വേദനയുള്ള കുരുവാണ്. എന്തേന്നൊരു പിടുത്തില്ല കേട്ടോ. സൂചിച്ചേടൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കി പൊട്ടിച്ചളയും. സൂചിച്ചേടനെ കാണാണ്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുരു പൊട്ടിക്കാൻ ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഈ കുരു കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞെക്കി പൊട്ടിച്ചളയും. പക്ഷെ പൊട്ടിച്ച് കളഞ്ഞാൽ അവിടെ പാട് വരും, എനിക്ക് വേദന എടുക്കും. ഞാൻ കുരു വന്നാലുണ്ടല്ലോ ഒന്നും ചെയ്യില്ല, അത് തന്നെത്താനെ പോവുള്ളൂ. വേദന എടുത്താൽ അങ്ങോട്ട് സഹിച്ചിരിക്കും, അത് പൊട്ടിച്ച് കളയാറില്ല കേട്ടോ. അവിടെ കുഴി വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതേ സുക്രുതി മേലൊക്കെ കഴുകി. എന്തിട്ടാണ് കുഞ്ഞ തിന്നണേ? കാണിച്ചു കൊടുക്ക്. സുക്രു ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിൻ്റെ ആരാധകനാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നതല്ല, കുടിക്കാൻ പോവാണ് കേട്ടോ. അല്ലേ? അപ്പോൾ എന്താണ്, അപ്പം ഞാനിന്ന് വന്നിട്ട് സൂചിച്ചേട്ടൻ എനിക്ക് അവിടെ നിന്ന് വറ്റ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരുന്ന സമയത്ത് ഭയങ്കര തലവേദന ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സൂചനോട് പറഞ്ഞു ഞാനിന്ന് വെക്കണില്ല, ഉള്ളത് കൂട്ടി കഴിക്കാം, നാളെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ വന്നു. പിന്നെ ഞാൻ കരുതി എന്തിട്ടാ വെക്കാം, എന്തായാലും ഞാൻ തന്നെ വെക്കണം, പിന്നെ നാളെ വെക്കണ്ടല്ലോ, ഇന്ന് അങ്ങോട്ട് വെക്കാമെന്ന് കരുതിക്കൊണ്ട് ഇന്ന് കറി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചോറും ഉണ്ടാക്കി വെച്ചു കേട്ടോ. അത് രണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചു. പിന്നെ വറുക്കാനുള്ളത് മുളകൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എന്തിട്ടാണ് സമൂസയും ഒരു ഉഴുന്നുവടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ കട്ടൻ ചായ തിളപ്പിക്കാൻ കാരണം കേട്ടോ. ഇപ്പോൾ സമയമായിട്ടുണ്ട്, 5:45 കേട്ടോ. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് വേഗം പോട്ടെ. എനിക്കില്ലേ ഇന്ന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കടയിൽ പോകാനായിട്ട്. കാരണം കുറച്ച് ദിവസം ഒന്നും ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ വെയിലിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഓർക്കാൻ വയ്യ. പക്ഷെ ഇന്ന് ഞാൻ സുക്രൂനെ എടുക്കാനായിട്ട് അവിടെ നിന്ന് വണ്ടിക്ക് വരുമ്പോൾ മഴച്ചാറ്റിലുണ്ടായിരുന്നു. നാളെ 1-ാം തീയതി അല്ലേ, നാളെ മകരം 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയായിരുന്നു. നാളെ മകരം 1-ാം തീയതിയാണ്. നാളെയാണ് കേട്ടോ താലപ്പൊലി തുടങ്ങുന്നത്. നാളെ പോകുമെന്ന് അറിയില്ല. നമ്മളെന്തെങ്കിലും പോവും, 4 ദിവസത്തിനുള്ളിൽ പോവും കേട്ടോ നമ്മൾ. പിന്നെ 4-ാം താലപ്പൊലിയുടെ എന്തിട്ടാ വെടിക്കെട്ട് കാണാനും പോവും. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ സമൂസയും ഒന്ന് കട്ടൻ ചായയും കൂടെ കുടിക്കാനായിട്ട് പോവാണ്. നല്ല സമൂസ ആയിരിക്കും കേട്ടോ, നമ്മുടെ ഇവിടെ പുതിയ പോസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന നല്ല സമൂസയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എണ്ണ പലഹാരം കഴിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ കുരുക്കൾ വന്നത്, കൊഴുപ്പ് പറഞ്ഞിട്ടേ. പക്ഷെ എന്താ ചെയ്യാം, ഇഷ്ടമായി പോയില്ലേ. എന്താ പറ, കാര്യം പറ. എവിടാ? അതെന്ന് പോയതാ, കഴിഞ്ഞല്ലോ. അന്ന് ടൂർ പോയതിൻ്റെ കാര്യം കൊണ്ട് സുക്രി പറഞ്ഞു കൂട്ടണം. അപ്പം ഞാനിത് വേഗം തിന്നട്ടെ കേട്ടോ. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം, എവിടെ പോവും, വീട്ടിൽ പോവും. വീട്ടിൽ പോണ വഴി വേണമെങ്കിലും ഒന്ന് തിരുവഞ്ചിക്കുളത്ത് കയറണം എന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ കയറുകയാണെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി തിന്നട്ടെ കേട്ടോ, വിശന്നിട്ട് വരാം. ഞാൻ സുക്രും കൂടെ തിരുവഞ്ചിക്കുളത്ത് എത്തിയപ്പോൾ ഏകദേശം 6:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും തുമ്പിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കാണ്. തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടും വരാം. ഇന്നെല്ലാം കൂടെ ഒരുമിച്ച് വന്നു ചേർന്നൊരു പുണ്യ ദിവസമാണ് കേട്ടോ. നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര മാത്രമല്ല, ഇന്ന് പൗർണമിയും കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടെ വാവും തിരുവാതിര എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കൂട്ടെ. പിന്നെ ദമ്പതികളായാലും ഭഗവാൻ പാർവതി സമേതനായിട്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ തിരുവഞ്ചിക്കുളം അതിൻ്റെതായ ഇങ്ങനെ സ്വയംവര പൂജയ്ക്കും ദമ്പതി പൂജയ്ക്കൊക്കെ പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലമാണ്. 365 ദിവസവും ഇത്തരത്തിലുള്ള പൂജകൾ
നടക്കുന്ന ഒരു അമ്പലം തിരുവഞ്ചിക്കുളമാണ് കേട്ടോ. തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും പിള്ളേരും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. അതിന് ശേഷമാണ് സൂചിച്ചേട്ടൻ വന്നത്. സൂചിച്ചേട്ടൻ വന്നപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തട്ടമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ പോയി തൊഴുതു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, ദൂരദേശത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ലക്കുള്ള ആൾക്കാരാണെന്ന് തന്നെ പറയാം. ഇത്രയും പ്രസിദ്ധമായ അമ്പലം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായത് വലിയൊരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഹലോ പറഞ്ഞേ, ഹലോ. നമ്മൾ ഉള്ളിലും പുറത്തൊക്കെ തൊഴുതു കേട്ടോ. അപ്പോൾ തുമ്പിക്ക് മേടിച്ച ബലൂണാണ്. അപ്പോൾ സുക്രു തട്ടിപ്പിടിച്ചെടുത്ത്. അപ്പോൾ തുമ്പിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് തുമ്പിക്കൊരെ മേടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തിരുവാതിര നടക്കുന്നുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് പോവല്ലേ അന്നൂറ. അങ്ങനെ ഞാൻ ദമ്പതി പൂജയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10 മണിയാകുമ്പോൾ വരാനാണ് പറഞ്ഞത്. ഒരു പാത്രമായിട്ട് വരാൻ പറഞ്ഞു. പ്രസാദമായിട്ട് പാൽപ്പായസമാണ് ഉണ്ടാവുക. ഇതിന് മുന്നേ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ സ്വയംവര പൂജ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് 2ാമത്തെ തട്ടാണ് ഇത് നടത്തുന്നത്. അത് സ്വയംവര പൂജ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ദമ്പതി പൂജ കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു കേട്ടോ. പിന്നെ ഇത് നിറയെ കൊന്ന പൂത്തിട്ടുണ്ട് കേട്ടോ. വിഷുവായിട്ടില്ല, എന്നാലും നിറയെ കൊന്ന പൂത്തിട്ടുണ്ട്. പിന്നെന്താ, ഇന്ന് പൂർണ്ണചന്ദ്രനെ കാണിക്കാനുള്ള പെടാപ്പാടാണ് കേട്ടോ എൻ്റെ. പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം തിരുവാതിരക്കളിയൊക്കെ കണ്ടതിന് ശേഷം സൂചിച്ചേട്ടൻ വന്നപ്പോൾ നമ്മൾ കളിപ്പാട്ടം മേടിക്കാനായിട്ട് പുറത്തോട്ട് പോയിട്ടാ. സുക്രുവിന് സൂചിച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കളിപ്പാട്ടം വേണം കേട്ടോ. തുമ്പിക്കുട്ടിക്ക് തത്തമ്മനെ കിട്ടിയല്ലേ. എപ്പോഴാ ചെന്നാലും സുക്രുവേ ഓക്കെ. സുക്രുവിന് മേടിക്കുന്ന സംഭവമാണ് തോക്ക്. പട്ടക്കം പൊട്ടിക്കൊടുന്നു. അവിടെ തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചേർന്നൊന്ന് പുറത്തിറങ്ങിയതാണ്. പിന്നെ എന്തിട്ടാ, അമ്മയൊക്കെ അവിടെ തിരുവാതിര കണ്ടുകൊണ്ടിരിക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല. നല്ല അടിപൊളി തിരുവാതിരകളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് 10 മണിക്ക് ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മളിവിടെ ഒരു മസാല ഷായ കഴിച്ചിട്ട് വരാം. അങ്ങനെ മസാല ദോശ കഴിക്കാൻ കൈലാസ ഹോട്ടലിൽ ചെന്നാണ്. മസാല ദോശ ഇല്ല ഗൈസ്, മസാല ദോശ തേടി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൂജയ്ക്ക് പങ്കെടുക്കേണ്ട കാരണം വെജല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ മസാല ദോശയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് കരുതിക്കൊണ്ട് ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ആര്യാസം എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അവിടെ ആണെങ്കിലോ മറ്റേ താലപ്പൊലിയുടെ തിരക്കാണ് കേട്ടോ. പിറ്റേ ദിവസം 1-ാം താലപ്പൊലിയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട്. ശരിക്കും ഒരു താലപ്പൊലി പ്രതീതിയുണ്ട്, ഉത്സവം ഇല്ലാന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൊട്ടും ബഹളവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ചേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും വലിയ വിറ്റെന്ന് പറയുന്നത് തിരുപ്പതി ഫുഡ്സ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ സൂചന പറഞ്ഞു, ചിലപ്പോൾ ലഡു ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ചെന്നാണ് കേട്ടോ. അത് അവരുടെ കടയുടെ പേരാണ്. അവിടെ ഈ മറ്റേ എന്തിട്ടാ കോളിഫ്ലവർ വറുത്ത സംഭവങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ മേടിച്ച കളിപ്പാട്ടം അച്ഛനൊന്ന് പരീക്ഷിച്ച് നോക്കാണ് കേട്ടോ. വെടിവെച്ച് പരീക്ഷിച്ച് നോക്കാണ്. 2 പേരും അച്ഛൻ്റെ ചുറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ 10 മണിയാകുമ്പോൾ തിരുവഞ്ചിക്കുളത്ത് അമ്പലത്തിലോട്ട് പോകണം. അവിടെ നമ്മൾ പൂജക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കണം. പിന്നെ എന്തുട്ടാ, ഒരു പാത്രക്കായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെസീപ്റ്റായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. ഒരു സെറ്റും മുണ്ട് ഉണ്ടെങ്കിൽ ഉടുക്കായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ സെറ്റും മുണ്ട് ഉടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊരു സെറ്റും മുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ എൻ്റെ പഴയ ബ്ലൗസ് ഞാൻ അയച്ചൊക്കെ ഇട്ടിട്ട് എങ്ങനെയോ സെറ്റാക്കി ഒരു സെറ്റും മുണ്ടൊക്കെ തട്ടിക്കൂട്ടി ഉടുത്തൊരു പാത്രമായിട്ട് കൊണ്ടിട്ടില്ല. രാത്രിയാവുമെന്ന് അറിയാം. ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഈ ഒരു പ്രദക്ഷിണം കഴിയാണ്ട് തുടങ്ങിയില്ല, ഏകദേശം ഒരു 12 മണിയാവുന്നു കേട്ടോ. നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇരിക്കാനായിട്ടാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ പൂജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അവിടെ ഇങ്ങനെ നമ്മളങ്ങനെ ഇരുന്ന് പോയിട്ട് ഒരു രോമാഞ്ചം വരുന്ന അറ്റ്മോസ്ഫിയറായിരുന്നു. അവർ കൊട്ടും ഭഗവാന്റെ മുമ്പിലേക്ക് ആനപ്പുറത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും അതേപോലെ തന്നെ ഒരു ഭയങ്കര ഒരു സങ്കടവും എല്ലാം കൂടെ നിറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു. ഞാൻ പറയണ പോലെയല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇതേപോലെ ഈ നേരത്തൊക്കെ വരുന്നത് കേട്ടോ.
അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇനി എല്ലാ കൊല്ലവും പറ്റുമെങ്കിൽ വരണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് കൊല്ലത്തിൽ ഒരു വർഷമല്ലേ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ നല്ലതല്ലെങ്കിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പൂജയ്ക്ക് പങ്കെടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞു 12 മണിയായത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ പൂജയ്ക്ക് നമ്മൾ പങ്കെടുത്ത കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പള്ളിയറയിൽ ഭഗവാനെയും പാർവതി ദേവിയെ മുറക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ദമ്പതി പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഊട്ടുപുരയിൽ പ്രസാദം പാൽപ്പായസം കിട്ടുന്ന ഒരു ഇതാണ്. അതിന് സൂചേട്ടൻ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ പള്ളിയറ പൂജ തൊഴാനായിട്ട് കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞു കേട്ടോ, തൊഴുത് കഴിഞ്ഞു. ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഒരു പ്രാവശ്യമെങ്കിലും ഇതിലൊന്ന് പങ്കെടുക്കണം, നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ ഇങ്ങനത്തെ ഒരു പൂജ വളരെ നല്ല കാര്യമാണ്. എന്നിട്ട് അതിന് പ്രസാദം ഊട്ടുപുരയിലാണ് കേട്ടോ. പാൽപ്പായസമാണ് പ്രസാദം. ഇനി അത് കുടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. പെട്ടെന്ന് പോയി കുടിക്കട്ടെ കേട്ടാ. ഇവിടെ തരുന്ന പ്രസാദത്തിലില്ലേ പഴം ഉണ്ടാവും, കുങ്കുമം, പിന്നെ ഭസ്മം, പിന്നെ മുറുക്കാനുണ്ടാകും, അതേപോലെ തന്നെ പാൽപ്പായസം ഉണ്ടാവും കേട്ടോ. പാൽപ്പായസം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു, അതേപോലെ തന്നെ പഴം കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അങ്ങനെ നമ്മൾ അടിപൊളി പായസം ഇരുന്നിട്ടോ. അടിപൊളി പായസം വെച്ചാൽ അടിപൊളി പായസമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോകുന്നിട്ടാ. ഇനി മക്കളെയും കൊണ്ടിട്ട് പുല്ലൂറ്റിക്ക് പോകണം. വീട്ടിൽ വന്ന് സെൻറ്റിമെൻ്റൊക്കെ മാറ്റി മറ്റേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പുല്ലൂറ്റിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. പക്ഷേ അടിപൊളി സ്പെഷ്യൽ ഡേ ആണെന്ന് തന്നെ പറയാം കേട്ടോ. വീട്ടിൽ വന്ന് മീനൊക്കെ ചൂടാക്കി ഞങ്ങളിതേ കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലോട്ട് എത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ചൂടാക്കാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിറ്റേ ദിവസത്തേക്ക്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ചൂടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പ്രതീക്ഷിക്കാണ്ടാണ് പൂജക്കൊക്കെ എഴുതിയത്. അപ്പോൾ പൂജയൊക്കെ നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വണ്ടികളും ബ്ലോക്കായിരുന്നു ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. എന്തിനാണ് നാളെ 1-ാം തീയതിയാണ് മകരം 1. പിന്നെ ചൊവ്വാഴ്ചയും കൂടെ ഒരുമിച്ച് വരുന്ന മകര ചൊവ്വയുണ്ട് നാളെ. പിന്നെ നമ്മുടെ താലപ്പൊലി നാളെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ നാളെ നേരത്തെ എണീക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പം നേരത്തെ പോയി കിടക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, എന്നാലേ നാളെ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.